Hi everyone, welcome to Statist Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ജി എസ് ടിയിലെ 3 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് TDS, പിന്നെ TCS, പിന്നെ റീഫണ്ട്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഇതിൽ ഒന്നാമത്തെ TDS എന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതാണ് TDS എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് നോക്കാം. നമുക്ക് നോർമലി നമ്മൾ GST പേ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ടാക്സ് ഈസ് കളക്റ്റഡ് അലോങ് വിത്ത് ദ പ്രൈസിൻ്റെ കൂടെ ടാക്സ് കളക്ട് ചെയ്യും. ഇപ്പം വിൽക്കുന്ന ആൾക്ക് പേ ചെയ്യുന്ന ആ പ്രൈസിൻ്റെ കൂടെ ടാക്സും കൂടി കളക്ട് ചെയ്യും. ആൻഡ് റെമിറ്റഡ് ടു ദ ഗവൺമെൻറ്, അതെന്ത് ചെയ്യും? ഗവൺമെൻറ് അടക്കമാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണത് അടക്കുന്ന ആളാരാ? സപ്ലയർ അല്ലേ? സെയിൽ ചെയ്യുന്ന ആള് ആണ് അത് ആ എമൗണ്ടും പേ ചെയ്യുന്നത്. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന ആൾ പർച്ചേസ് ചെയ്യുന്ന ആളടുത്ത് നിന്ന് പൈസ വാങ്ങിക്കണമല്ലോ, സാധനം കൊടുത്ത് പൈസ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ GSTയുടെ എമൗണ്ടും കൂടി വാങ്ങിക്കുവാണ്. എന്നിട്ട് അത് ഗവൺമെൻറ്റിന് അടക്കമാണ്. അപ്പോൾ അടക്കുന്ന ആൾ ഈ സെയിൽ ചെയ്ത ആളാണ്, സപ്ലയർ ആണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ദ പേഴ്സൺ ഹു മേക്സ് പേയ്മെന്റ് ടു ദ സപ്ലയർ ഹാസ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്. ഈ പേയ്മെന്റ് അടക്കുന്ന ആൾ എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുന്ന ആൾ ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? അയാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയാൾ പേയ്മെന്റ് കൊടുക്കുമല്ലോ സപ്ലയറിന്. അപ്പോൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ടാക്സ് അതിൽ നിന്ന് കുറച്ചിട്ട് ആണ് കൊടുക്കേണ്ടി വരിക. ആൻഡ് പേ ദ സെയിം ടു ദ ഗവൺമെന്റ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾ, ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആൾ എന്ന് വെച്ചാൽ ബൈ ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് ഗവൺമെന്റ് അടക്കമാണ്. അപ്പോൾ നേരത്തെ എന്താ ചെയ്തത്? സെല്ല് ചെയ്ത ആളാണ് ടാക്സ് ഗവൺമെന്റ് അടക്കുന്നത്. അപ്പോൾ സെല്ല് ചെയ്ത ആൾ എന്ത് ചെയ്യും? ബൈ ചെയ്യുന്ന ആളെടുത്ത് ആ പൈസയും കൂടി പ്രൈസിന്റെ കൂടെ കളക്ട് ചെയ്തിട്ടാണ് ഗവൺമെന്റ് അടക്കുന്നത്. നോർമലി നമ്മൾ അറിയുന്ന സിറ്റുവേഷൻ അല്ലേ? നമ്മളിപ്പോൾ സാധനം വാങ്ങിച്ചു, ബില്ലിൽ നമുക്ക് കാണാം GSTയും കൂടി കൂട്ടിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളാണ് GST പേ ചെയ്യുന്നത് ആക്ച്വലി. പക്ഷേ അത് നമ്മൾ ഗവൺമെന്റിൽ അടക്കുന്നില്ല. നമ്മൾ ആരുടെ കയ്യിൽ കൊടുക്കുകയാണ്? നമ്മൾ സെല്ലറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സെല്ലറാണ് അത് ഗവൺമെന്റിന് അടക്കുന്നത്. ഇപ്പം TDS എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്താണ്? ഇപ്പം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ അകത്ത് നമ്മൾ തന്നെ ടാക്സ് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ ആ ടാക്സ് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഗവൺമെന്റിന് അടക്കുവാണ്. ഇതാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ GST law insists certain person to deduct tax at source at the rate of 2%. ഇത് 2%ലാണ്. അപ്പോൾ GSTയിൽ certain persons പറയുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺസ് തീർച്ചയായും ഈ TDS കട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2% എന്ന് പറയുന്നത് 1% SGSTയും 1% CGSTയും കൂട്ടിയാണ് നമ്മുടെ 2% ടാക്സ് റേറ്റ് വരുന്നത്. TDS provision is applicable only when the total value of supply under a contract exceeds ₹250,000. അപ്പോൾ വാല്യൂ സപ്ലൈ 250,000 എക്സീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ TDS കട്ട് ചെയ്യേണ്ടതുള്ളൂ. അതും ചില certain persons ആണ് TDS കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആരൊക്കെ ആ പേഴ്സൺസ് നോക്കാം. ഒന്നാമത്തെ, എ ഡിപ്പാർട്ട്മെന്റ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അവർ ഒരു പേയ്മെന്റ് നടത്തുവാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു സാധനം വാങ്ങിച്ച് പേയ്മെന്റ് കൊടുക്കുവാണ്. അപ്പോൾ അത് 250,000 കൂടുതലാണെങ്കിൽ അതിന്റെ 2% എന്ത് ചെയ്യണം? അവർ ടാക്സ് അടച്ചിരിക്കണം. ലോക്കൽ അതോറിറ്റി, രണ്ടാമത്തെ ലോക്കൽ അതോറിറ്റി. പിന്നെ ഗവൺമെന്റ് ഏജൻസീസ്, പിന്നെ പേഴ്സൺ നോട്ടിഫൈഡ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. അപ്പം ഇതൊക്കെ ഗവൺമെന്റ് അതോറിറ്റീസാണ് പറഞ്ഞത്. ഇത് കൂടാതെ എന്തെങ്കിലും GST കൗൺസിൽ ആരെങ്കിലും പറയുകയാണ് അവർ TDS കട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവരും TDS കട്ട് ചെയ്യണം. No deduction shall be made if the location of the supplier and the place of supply is in a state which is different from the state of registration of the recipient. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതുപോലെ റെസിപ്പിയന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ സ്റ്റേറ്റോ യൂണിയൻ ടെറിട്ടറിയോ അല്ലാത്തൊരു പ്ലേസിലാണ് നമ്മുടെ ഈ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത്. അതേപോലെ ലൊക്കേഷൻ ഓഫ് സപ്ലയറും അതല്ലാത്ത വേറൊരു പ്ലേസിനാണെങ്കിൽ നമ്മൾ ഈ ഡിഡക്ഷൻ്റെ ആവശ്യമില്ല. TDS കട്ട് ചെയ്യുന്നില്ല. For the purpose of TDS, the value supply shall be taken as the amount in the invoice excluding tax. ഇപ്പോൾ TDSന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വാല്യൂ സപ്ലൈ എടുക്കുന്ന സമയത്ത് ഷാൾ ബി ടേക്കൺ ആസ് ദ എമൗണ്ട് ഇൻ ദ ഇൻവോയ്സ് എക്സ്ക്ലൂഡിങ് ടാക്സ്. ടാക്സ് ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ അല്ല എടുക്കേണ്ടത്, ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ സാധാരണ വാല്യൂ സപ്ലൈ പഠിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ, കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് TDS സർട്ടിഫിക്കറ്റ് ആണ്. ദ എമൗണ്ട് ഡിഡക്റ്റഡ് ആസ് ടാക്സ് ഷുഡ് ബി പെയ്ഡ് ടു ദ ഗവൺമെന്റ് ബൈ ദ ഡിഡക്റ്റർ വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത്. അപ്പോൾ മന്ത് എൻഡ് കഴിഞ്ഞിട്ട് 10 daysന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ആരാണോ ഡിഡക്റ്റ് ചെയ്ത ആള്, റെസിപ്പിയൻ്റ് ആണല്ലേ അത് ഡിഡക്റ്റ് ചെയ്യുന്നത്,
ഗുഡ്സ് റിസീവ് ചെയ്യുന്ന പേഴ്സൺ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ആ ഡിഡക്ട് ചെയ്ത എമൗണ്ട് 10 ഡേയ്സിൻ്റെ ഉള്ളിൽ, മന്ത് എൻഡ് കഴിഞ്ഞ് 10 ഡേയ്സിൻ്റെ ഉള്ളിൽ അതിന് ഗവൺമെന്റിന് പേ ചെയ്തിരിക്കണം. ദി ഡിഡക്ടർ ഷാൾ ഫേർണിഷ് ടു ദി ഡിഡക്റ്റി. ഡിഡക്റ്റി എന്ന് പറഞ്ഞാൽ ആരാണ് അതർ സൈഡിൽ കിടക്കുന്നത്. ഇപ്പൊ ഡിഡക്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസിപ്പിയന്റ് ആണ്. ഇപ്പൊ ഡിഡക്റ്റി എന്ന് പറഞ്ഞാൽ സപ്ലയർ ആണ്. സപ്ലയറിന് നമ്മൾ എന്ത് ചെയ്യണം, എ സർട്ടിഫിക്കറ്റ് മെൻഷനിങ് ദെയറിങ് ദ കോൺട്രാക്ട് വാല്യൂ, റേറ്റ് ഓഫ് ഡിഡക്ഷൻ, എമൗണ്ട് ഡിഡക്റ്റഡ്, എമൗണ്ട് പെയ്ഡ് ടു ദ ഗവൺമെന്റ് ആൻഡ് സച്ച് അതർ പെർട്ടിക്കുലേഴ്സ്. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പം നമ്മൾ ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. ഇപ്പം പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് നിന്ന് ഡിഡക്ട് ചെയ്തു, നമ്മൾ ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ആർക്കാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കണത്. അപ്പം ആ അതർ പേഴ്സണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സർട്ടിഫിക്കറ്റിനകത്ത് കോൺട്രാക്ട് വാല്യൂ വേണം, റേറ്റ് ഓഫ് ഡിഡക്ഷൻ വേണം, എമൗണ്ട് ഡിഡക്റ്റഡ് വേണം, എമൗണ്ട് പെയ്ഡ് വേണം. അത്രയും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും പെർട്ടിക്കുലേഴ്സ് വേണമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആഫ്റ്റർ മേക്കിംഗ് TDS, ഇഫ് ദ ഡിഡക്ടർ ഫെയിൽസ് ടു ഫേർണിഷ് ദ സർട്ടിഫിക്കറ്റ് വിത്തിൻ 5 days, ഇപ്പോൾ ഡിഡക്ഷൻ TDS അടച്ചതിന് ശേഷം ഇഫ് ദ ഡിഡക്ടർ ഫെയിൽസ് ടു ഫേർണിഷ് ദ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ വിത്തിൻ 5 days ഓഫ് ക്രെഡിറ്റിംഗ് ദ എമൗണ്ട്, അപ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് 5 daysനുള്ളിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ദ ഡിഡക്ടർ ഷാൾ പേ എ ലേറ്റ് ഫീ. അയാൾക്ക് ഒരു ലേറ്റ് ഫീ വരും. അതൊരു 100 rupees ആണ് പെർ ഡേ. ഓരോ ദിവസം ലേറ്റ് ആവുന്നതിനനുസരിച്ച് 100 rupees വെച്ചിട്ട് അയാൾ കൊടുക്കേണ്ടി വരും. സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് 5,000 ആണ് അതിന്റെ മാക്സിമം എമൗണ്ട് വരുന്നത്. ദ എമൗണ്ട് ഡിഡക്റ്റർ വിൽ ബി ക്രെഡിറ്റഡ് ടു ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. നമുക്കറിയാം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലാണ് കാണുന്നത് ഓഫ് ദ ഡിഡക്റ്റി ഇഫ് ദ സെയിം ഈസ് റിപ്പോർട്ടഡ് ഇൻ ദ റിട്ടേൺ ഓഫ് ദ ഡിഡക്ടർ. അപ്പൊ അത് നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന ആള് അയാളുടെ GST റിട്ടേൺസിൽ അത് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിഡക്റ്റിയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് വരും. ദ ഡിഡക്ടർ വിൽ ബി liable to pay interest if he fails to pay the TDS to the government as prescribed. അപ്പോൾ TDS അടച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പെനാൽറ്റി വരുന്നത് പോലെ അയാൾ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. എനി എക്സസ് ഓർ erroneous TDS paid to the government shall be refunded. ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പേ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് റീഫണ്ട് ആയിട്ടും കിട്ടും. However, no refund to the deductor shall be granted if the amount deducted has been credited to the electronic cash ledger of the deductee. അപ്പോൾ ഡിഡക്റ്റിയുടെ ക്യാഷ് ലെഡ്ജറിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ആയിട്ട് എന്ന് വെച്ചാൽ അയാളത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യുന്ന സമയത്താണ് ഡിഡക്റ്റിയുടെ ക്യാഷ് ലെഡ്ജറിൽ വരുന്നത്. അപ്പോൾ ആ വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് TCS ആണ്. TCS എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അതാണ് TCS ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. ഇപ്പോൾ TCS വരുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ കേസിലാണ്. എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ നോട്ട് ബീങ് എൻ ഏജന്റ് അല്ലാതെ ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഷാൾ കളക്ട് എൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് 1%. അപ്പോൾ ഇവിടെ 1% ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ TDSന്റെ കേസിലാണെങ്കിൽ 2% പറഞ്ഞത്. TCS 1% ആണ്. അത് 0.5% CGST, 0.5% SGST ആയിട്ട് 1% വരുവാണ്. ഓഫ് ദ നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇറ്റ് ബൈ അതർ സപ്ലയേഴ്സ്. ഇപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രൂ നമ്മൾ സപ്ലൈ നടത്തുവാണ്. അപ്പോൾ ഒരു സപ്ലയർ അത് ത്രൂ നടത്തിയിരിക്കുന്ന ഒരു സപ്ലൈ, ആ സപ്ലൈയുടെ നെറ്റ് ടാക്സബിൾ വാല്യൂയുടെ മേലെയാണ് ഈ 1% എടുക്കുന്നത്. നെറ്റ് ടാക്സബിൾ വാല്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേർ ദ കൺസിഡറേഷൻ വിത്ത് റെസ്പെക്ട് ടു സച്ച് സപ്ലൈ ഈസ് ടു ബി കളക്റ്റഡ് ബൈ ദ ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ കളക്ട് ചെയ്യുന്ന സമയത്താണ് ആ പൈസ ഓപ്പറേറ്ററാണ് കളക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റർ ത്രൂ ആണ് പേയ്മെന്റ് പോകുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ അത് കളക്ട് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ TDS പറഞ്ഞത് പേയ്മെന്റ് നടത്തുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നത്. ഇത് പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത്, റിസീവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ TCS വരുന്നത്. The government will notify the rate of TCS based on the recommendation of GST Council from time to time. അപ്പോൾ ഓരോ സമയത്തും ഈ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. GST കൗൺസിൽ എപ്പോഴാണോ അത് മാറ്റുന്നത് അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 1% ആണ്. ഇവിടെ നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് എനി മന്ത് ബൈ ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ ത്രൂ ദ ഓപ്പറേറ്റർ
അപ്പം അതിലെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര രജിസ്റ്റേർഡ് പേഴ്സൺസ് ഉണ്ട്, അപ്പം അവരൊക്കെ നടത്തിയിരിക്കുന്ന ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ, ഒരു മന്തിൽ നടത്തിയിരിക്കുന്ന ടോട്ടൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് എടുക്കുക, ലെസ് ടാക്സബിൾ സപ്ലൈസ് റിട്ടേൺ ഡ്യൂറിങ് ദ മന്ത് മൈനസ് അതിൽ നിന്ന് വന്നിരിക്കുന്ന റിട്ടേൺസ്. ഇപ്പൊ ടോട്ടൽ എത്ര അതിലെ കൂടി സപ്ലൈ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് റിട്ടേൺസ് ആണ്. അപ്പോൾ ഒരു മന്തിലാണ് നമ്മൾ എടുക്കുന്നത്. If the e-commerce operator is liable to pay tax on service rendered through it, as per section 9 subsection 5, the provision of TCS will not be applicable for such services. E-commerce operator ഏതെങ്കിലും ടാക്സ് പേ ചെയ്യേണ്ട സർവീസസിന് മേലെ, അയാൾ റെൻഡർ ചെയ്യുന്ന സർവീസസിന് മേലെ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾക്ക് പിന്നെ ഇവിടെ TCS നമുക്ക് സെപ്പറേറ്റ്ലി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ TCSന്റെ കാര്യം പറയുന്നത്, ടാക്സ് കളക്റ്റഡ് സോഴ്സസിന്റെ കാര്യം പറയുന്നത്. ഈ TCSന്റെ നമ്മൾ പറഞ്ഞു മന്ത്ലി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫയൽ ചെയ്യണം. ദ എമൗണ്ട് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് TCS ഷാൽ ബി പെയ്ഡ് ടു ദ ഗവൺമെന്റ് ബൈ ദ ഓപ്പറേറ്റർ വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത്. അപ്പോൾ ഒരു മന്തിലെ എടുത്തിട്ട് അത് കഴിഞ്ഞ് 10 daysന്റെ ഉള്ളിലാണ് നമ്മൾ TCS ഗവൺമെന്റിന് ഫയൽ ചെയ്യേണ്ടത്. ഇൻ വിച്ച് സച്ച് കളക്ഷൻ ഈസ് മെയ്ഡ്. അപ്പോൾ ഒരു മാസത്തിലുള്ള മൊത്തം കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിന് പേ ചെയ്യുന്നത് ആ മന്ത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിലാണ്. എവറി ഓപ്പറേറ്റർ ഹു കളക്ട്സ് ദ എമൗണ്ട് ഷാൾ ഫേർണിഷ്ഡ് എ മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫേർണിഷ് ചെയ്യണം. ഇലക്ട്രോണിക്കലി ആണ് ഫേർണിഷ് ചെയ്യേണ്ടത്. വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്. അപ്പോൾ 10 daysനുള്ളിൽ നമ്മൾ ഇലക്ട്രോണിക്കലി അത് ഫയൽ ചെയ്തിരിക്കണം. ദ അസസ്മെന്റ് ഷുഡ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം കണ്ടെയ്നിങ് ദ ഫോളോയിങ്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന ആ ഫോമിലായിരിക്കണം വേണ്ടത്. അപ്പോൾ എന്തൊക്കെ വേണം ആ ഫോമാറ്റിൽ എന്ന് പറയുന്നത്, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് എഫക്റ്റഡ് ത്രൂ ദ ഓപ്പറേറ്റർ. ഇപ്പോൾ ഓപ്പറേറ്റർ ത്രൂ വന്നിരിക്കുന്ന ഔട്ട്വേർഡ് സപ്ലൈസ് എത്രയാണ്, ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് റിട്ടേൺഡ് ത്രൂ ഇറ്റ്, ഗുഡ്സ് എത്ര റിട്ടേൺ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് കളക്റ്റഡ് ആസ് TCS ഡ്യൂറിങ് ദ മന്ത്, അത് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് ആണ് നമ്മൾ TCS കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്തിരിക്കണം. If any operator after furnishing the monthly statement discovers any omission or incorrect particulars therein, he shall rectify the same in the monthly return, but he will be liable to pay interest at the prescribed rate. അപ്പോൾ മന്ത്ലി റിട്ടേണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് കാണുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും ആ സമയത്ത്. Such rectification is not allowed if omission or incorrect particulars are discovered as a result of scrutiny, audit, inspection or enforcement activity by the tax authority. ഈ rectification വന്നിരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തെറ്റ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ആ അതോറിറ്റി നമ്മൾക്കൊരു സ്ക്രൂട്ടിനി നടത്തി, അല്ലെ അതോറിറ്റി നമ്മുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ട് അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന റെക്ടിഫിക്കേഷൻ ആണെങ്കിൽ ആ റെക്ടിഫിക്കേഷൻ അലൗ ചെയ്യുന്നതായിരിക്കില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ആനുവൽ റിട്ടേൺസും ഫയൽ ചെയ്യണം TCSന്റെ. എവറി ഓപ്പറേറ്റർ ഹു കളക്ട്സ് ദ ടാക്സ് എമൗണ്ട് ഷാൾ ഫേർണിഷ് ആൻ ആനുവൽ റിട്ടേൺ. TCS കളക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇലക്ട്രോണിക്കലി ആണ് ഫയൽ ചെയ്യേണ്ടത്. ബിഫോർ 31st December ഫോളോയിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയറിന്റെ ഫോളോ ചെയ്ത് വരുന്ന 31st Decemberലാണ് നമ്മൾ അത് ഫയൽ ചെയ്യേണ്ടത്. The statement should be in the prescribed form containing the following. അപ്പോൾ അതിനകത്ത് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റിൽ വേണ്ട ഐറ്റംസ്, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് എഫക്റ്റഡ് ഡ്യൂറിങ് ദ ഇയർ ത്രൂ ദ ഓപ്പറേറ്റർ. അപ്പോൾ ഒരു ഇയറിൽ കംപ്ലീറ്റ്ലി നമ്മൾ നടത്തിയിരിക്കുന്ന ഔട്ട്വേർഡ് സപ്ലൈസ്, മന്ത്ലിയിൽ നമ്മൾ മന്ത്ലി ഉള്ളതാണ് കാണിച്ചത്, ഇവിടെ ഇയർലി ആണ് കാണിക്കേണ്ടത്. ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് റിട്ടേൺ ഡ്യൂറിങ് ദ ഇയർ ത്രൂ ഇറ്റ്, ആ ഇയറിൽ ഇത് ത്രൂ നടത്തിയിരിക്കുന്ന ഗുഡ്സ് റിട്ടേൺസ് എത്രയൊക്കെയാണ്. പിന്നെ എമൗണ്ട് കളക്റ്റഡ് ആസ് TCS ഡ്യൂറിങ് ദ ഇയർ, ആ ഇയറിൽ നടത്തിയിരിക്കുന്ന എത്രയാണ് നമ്മൾ TCS എത്രയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മന്ത്ലി റിട്ടേണിൽ വന്നിരിക്കുന്ന അതേ പെർട്ടിക്കുലേഴ്സ് ആണ് ഇവിടെയും ഫയൽ ചെയ്യേണ്ടത്. പക്ഷെ ഇതൊക്കെ ഇയർലി ആയിട്ട് വേണം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് TCSന്റെ വേറെ പ്രൊവിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതർ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു TCS. അതിലൊന്നാമത്തെ, ദ supplier of goods or service through the electronic commerce operator can claim credit for the amount of TCS which the e-commerce operator has reported in his return. ഇപ്പോൾ റിട്ടേണിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന TCS എമൗണ്ടിന് നമുക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വിൽ ബി അലൗഡ് ഇൻ ഹിസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ആ ക്രെഡിറ്റ് അയാളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ആയിരിക്കും
ട്രാൻസ്ഫർ ആയി വരുന്നത്. The details of supplies furnished by every operator shall be matched with the corresponding details of outward supplies by the concerned supplier. ഇപ്പോൾ ഒരു സപ്ലയറിന്റെ ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ ഫേർണിഷ്ഡ് ബൈ എവറി ഓപ്പറേറ്റർ. ഇപ്പോൾ ഒരു ഓപ്പറേറ്ററിന്റെ അണ്ടറിൽ തന്നെ സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പോൾ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫേർണിഷ് ചെയ്തിട്ടുണ്ടാവും. അത് മാച്ച് ചെയ്യും, വിൽ ബി മാച്ച്ഡ് വിത്ത് ദ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ബൈ ദ കൺസേൺഡ് സപ്ലയർ. അപ്പോൾ സപ്ലയറിന്റെ ഔട്ട്വേർഡ് സപ്ലൈസ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് മാച്ച് ചെയ്യുന്നതായിരിക്കും. സപ്ലയർ സെപ്പറേറ്റ്ലി നമ്മൾ ടാക്സ് റിട്ടേൺ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അത് മാച്ച് ചെയ്യുന്നതായിരിക്കും. when the details of outward supplies furnished by the operator do not match with that of supplier. ഇപ്പോൾ രണ്ടുപേരും ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും മാച്ച് ആവാതെ വരുവാണെങ്കിൽ the discrepancy shall be communicated to both of them. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് എന്ത് ചെയ്യും, ആദ്യം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു നോട്ടീസ് അയക്കും, ഇതിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ചേഞ്ചസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. The amount of discrepancy which is not rectified either by the supplier or by the operator shall be added to the output tax liability of the supplier. അപ്പോൾ ഇതിൽ റെക്ടിഫൈ ചെയ്ത് വരുന്നില്ലെങ്കിൽ, അവരോട് ആരാ റെക്ടിഫൈ ചെയ്യേണ്ടത്, അവർ റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് എത്രയാണ് വരുന്നത്, ആ എമൗണ്ട് ഷാൾ ബി ആഡഡ് ടു ദ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ സപ്ലയർ. സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോട് ആഡ് ചെയ്യും. സപ്ലയർ ആ പേയ്മെന്റ് നടത്തേണ്ടി വരും. ഇഫ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സപ്ലൈ ഇസ് മോർ ദാൻ ദ വാല്യൂ ഫേർണിഷ്ഡ് ബൈ ദ സപ്ലയർ. അപ്പോൾ സപ്ലയർ ഫേർണിഷ് ചെയ്ത വാല്യൂയിൽ കൂടുതലാണ് ഔട്ട്വേർഡ് സപ്ലൈസ് നമുക്ക് ഡിസ്ക്രിപ്പൻസി പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട്, ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണോ ഡിസ്ക്രിപ്പൻസി എമൗണ്ട് വരുന്നത്, അത് സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടി വരും. സപ്ലയർ ആയിരിക്കും ആ എമൗണ്ട് പേ ചെയ്യേണ്ടത്. The concerned supplier in whose output tax liability any amount has been added shall be liable to pay the tax along with the interest up to the date of payment. അപ്പോൾ അയാൾ അത് പേ ചെയ്യണം. അപ്പോൾ അയാൾ അത് പേ ചെയ്തില്ലെങ്കിൽ എത്ര ദിവസമാണ് അയാൾ പേ ചെയ്യാൻ ലേറ്റ് ആക്കുന്നത്, അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ അതിൻ്റെ കൂടെ അടക്കേണ്ടി വരും. നെക്സ്റ്റ് 6th പറയുന്നത്, എനി അതോറിറ്റി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണർ മേ സെർവ് എ നോട്ടീസ് റിക്വയറിംഗ് ദ ഓപ്പറേറ്റർ ടു ഫേർണിഷ് ദ സച്ച് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ റാങ്കിൽ താഴാത്ത, അത് വെച്ചാൽ ഡെപ്യൂട്ടി കമ്മീഷണറോ അതിൻ്റെ മേലെയുള്ള ഒരാൾക്ക് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിന് നോട്ടീസ് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ടീസിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് നോട്ടീസ് സെർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്ലൈസ് എഫക്റ്റഡ് ഡ്യൂറിങ് എനി പീരിയഡ്, എത്ര സപ്ലൈസ് നടത്തിയിട്ടുണ്ട് ഒരു പീരിയഡിൽ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഹെൽഡ് ബൈ ദ സപ്ലയർ മേക്കിംഗ് സപ്ലൈസ് ത്രൂ സച്ച് ഓപ്പറേറ്റർ ഇൻ ദ ഗോഡൗൺ ഓർ വെയർഹൗസ് മാനേജ്ഡ് ബൈ സച്ച് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ ഗോഡൗണിൻ്റെ അകത്ത് ഈ സപ്ലയറിൻ്റെ എത്ര ഗുഡ്സ് കിടപ്പുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ അതിൻ്റെ മേലെ റാങ്കിലുള്ള ഒരു ഓഫീസർക്ക് നോട്ടീസ് അയച്ച് ഇത്രയും ഡീറ്റെയിൽസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് TCSന്റെ അതർ പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ നമ്മൾ പഠിക്കാനുള്ളത് റീഫണ്ട് ആണ്. നമ്മൾ TDS പഠിച്ചു, TCS പഠിച്ചു. ആൻഡ് റീഫണ്ട് ഓഫ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ്, ടാക്സോ ഇൻട്രസ്റ്റോ റീഫണ്ട് ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് ആണ്. The tax or interest paid by a person shall be refunded in certain cases. ചില സിറ്റുവേഷൻസിൽ നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അടച്ചിരിക്കുന്ന എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. റീഫണ്ട് ഈസ് അലൗഡ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ ദിസ് റെസ്പെക്ട്. ദ ഫോളോയിങ് ആർ ദ സ്പെസിഫിക് സിറ്റുവേഷൻ. എപ്പോഴൊക്കെയാണ് നമുക്ക് റീഫണ്ട് കിട്ടുക എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ, ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പേരിൽ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീഫണ്ട് കിട്ടാൻ ഉള്ള സിറ്റുവേഷൻ ആണ്. അത് നമുക്ക് റീഫണ്ട് കിട്ടാം. ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈസ് ടു സെസ് യൂണിറ്റ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. സെസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. അപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്ക് അതിലുള്ള സപ്ലൈസിന് വേണ്ടി നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ സെസ് ഡെവലപ്പേഴ്സിന് വേണ്ടി അടച്ചിരിക്കുന്ന ടാക്സ്. നെക്സ്റ്റ്, ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഡീംഡ് എക്സ്പോർട്ട്. ഡീംഡ് എക്സ്പോർട്ടിന്റെ കേസിൽ നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ്. റീഫണ്ട് ഓഫ് ടാക്സ് ഓൺ പെർച്ചേസ് മെയ്ഡ് ബൈ UN or embassies etc. ഇപ്പോൾ ഒരു പെർച്ചേസ് നടത്തിയിരിക്കുന്നത് UNO അല്ലെങ്കിൽ എംബസിയോ ആണെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സിന് റീഫണ്ട് കിട്ടാം. റീഫണ്ട് അറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് ജഡ്ജ്മെന്റ്, ഡിഗ്രി, ഓർഡർ ഓർ ഡയറക്ഷൻ ബൈ ദ അപ്പലറ്റ് അതോറിറ്റി, അപ്പലറ്റ് ട്രൈബ്യൂണൽ ഓർ എനി കോർട്ട്. അപ്പോൾ ഒരു ജഡ്ജ്മെന്റ് പ്രകാരം വെച്ചാൽ നമ്മളൊരു കേസ് കൊടുത്ത് അതിന് ഡിഗ്രി, ഓർഡർ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് കിട്ടാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റീഫണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇപ്പോൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം വരുന്ന റീഫണ്ട്. നെക്സ്റ്റ് വരുന്നത്
ഓൺ ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ്. പ്രൊവിഷണൽ അസസ്മെന്റ് എന്താ നമുക്ക് പഠിക്കാം. പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടാക്സിൽ ചേഞ്ചസ് വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടച്ചത് കൂടുതലാണെങ്കിൽ അതിന്റെ റീഫണ്ട് കിട്ടും. റീഫണ്ട് ഓഫ് പ്രീ ഡെപ്പോസിറ്റ് ഇഫ് നോ ലോങ്ങർ റിക്വയർഡ്. നമ്മൾ എന്തെങ്കിലും പ്രീ ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ട്, അതിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീഫണ്ട് നമുക്ക് കിട്ടും. എക്സസ് പേയ്മെന്റ് ഡ്യൂ ടു മിസ്റ്റേക്ക്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമ്മൾ എക്സസ് പേയ്മെന്റ് അടക്കുവാണെങ്കിൽ അത് നമുക്ക് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാം. റീഫണ്ട് ടു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഓഫ് GST പെയ്ഡ് on goods in India and carried abroad at the time of their departure from India. ഇപ്പോൾ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇന്ത്യയിൽ വന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് ആ ഗുഡ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ റീഫണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. Refund on account of issuance of refund voucher for tax paid on advance against which goods or service have not been supplied. നമ്മൾ റീഫണ്ട് വൗച്ചർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അഡ്വാൻസ് അടച്ചതിനനുസരിച്ച് നമുക്കൊരു വൗച്ചർ കിട്ടി, പക്ഷെ അഡ്വാൻസ് അടച്ച് നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യാനുള്ള വൗച്ചറും കൂടി കിട്ടും. അപ്പോൾ ആ റീഫണ്ട് വൗച്ചറിന്റെ പ്രകാരം നമുക്ക് റീഫണ്ട് ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റീഫണ്ട് ഓഫ് CGST SGST പെയ്ഡ് wrongly by treating the supply as intra-state supply which is subsequently held as interstate supply and vice versa. ഇപ്പം നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ് എന്ന് വെച്ചാൽ ഇന്റർസ്റ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റ് ആയി മാറിപ്പോയി, അല്ലെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് ഇന്റർസ്റ്റേറ്റ് ആയി മാറിപ്പോയി. അങ്ങനെ നമ്മൾ എന്തെങ്കിലും അടച്ചത് മാറിപ്പോവുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന് റീഫണ്ട് വാങ്ങിക്കാം. നമ്മളിപ്പോൾ CGST SGST അടച്ചു പോയി, നമ്മൾ IGST അടക്കേണ്ട സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യാം, ആ CGST SGST നമുക്ക് റീഫണ്ട് ആയിട്ട് വാങ്ങിക്കാം. അതിന് നെക്സ്റ്റ് റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, സിറ്റുവേഷൻ ഇൻ വിച്ച് റീഫണ്ട് ഈസ് നോട്ട് അവൈലബിൾ. ഇപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ, റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫുള്ളി എക്സംപ്റ്റഡ് സപ്ലൈസ്. ഫുള്ളി എക്സംപ്റ്റഡ് സപ്ലൈസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റീഫണ്ട് ഓഫ് ടാക്സ് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ മേക്സ് എ സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് produced during taxable inputs, he will not be eligible for input tax credit or refund. ഇപ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അവർക്ക് അതിന് മേലെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലെ. എക്സംപ്റ്റഡ് സപ്ലൈസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് മേലെ നമ്മൾ ടാക്സ് അടക്കുന്നില്ല. അതേപോലെ തന്നെ അതിന് മേലെ നമുക്ക് റീഫണ്ടും ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റോ അതിന് മേലെ റീഫണ്ടോ നമുക്ക് എലിജിബിൾ അല്ല. Next, refund is not allowed in respect of goods or service notified by the government based on the recommendation of GST Council. ഇനി GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ചില ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് അലവബിൾ അല്ല എന്ന് പറയാം. No refund is of unutilized input tax credit shall be allowed in case where the goods exported out of India are subject to export duty. അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അൺയൂട്ടിലൈസ്ഡ് ആണ്, നമ്മൾ യൂസ് ചെയ്തില്ല. പക്ഷെ ആ ഗുഡ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക്, ആ സബ്ജക്റ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടി പ്രകാരം നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ട് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ആ ഗുഡ്സിൻ്റെ മേലെ നമ്മൾ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് റീഫണ്ട് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് റീഫണ്ട് ആപ്ലിക്കബിൾ അല്ല. No refund of input tax credit shall be allowed if the supplier avails of drawback in respect of central tax or claims refund of the integrated tax paid on such supplies. ഇപ്പം നമ്മൾ ഡ്രോബാക്ക് ക്ലെയിം ചെയ്യുകയും അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, റീഫണ്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ മേലെ റീഫണ്ട് കിട്ടില്ല. Duty drawback refers to paying back the duty previously paid on exporting excisable articles or on re-exporting foreign goods. അപ്പോൾ ഫോറിൻ ഗുഡ്സ് റീഎക്സ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എക്സൈസബിൾ ആർട്ടിക്കിൾസ് എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പേ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നമ്മൾ പേ ബാക്ക് ചെയ്യുവാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പം ആ സിറ്റുവേഷൻ അത് ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരാൾക്ക് പിന്നെ റീഫണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഈ റീഫണ്ടിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. എനി പേഴ്സൺ ക്ലെയിമിംഗ് റീഫണ്ട് ഷുഡ് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ സെയിം ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 years ഫ്രം ദ റെലവൻറ്റ് ഡേറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് മാനർ. അപ്പം നമ്മൾ 2 yearsൻ്റെ ഉള്ളിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലായിരിക്കും കൊടുത്തിരിക്കേണ്ടത്. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനിഡ് ബൈ, അതിൻ്റെ കൂടെ എന്തൊക്കെ കൊടുക്കണം, നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു പ്രൂവ് ദ എലിജിബിലിറ്റി ഓഫ് റീഫണ്ട്. നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന എവിഡൻസ് നമ്മൾ കാണിക്കണം. എന്നുവെച്ചാൽ ഡോക്യുമെൻ്ററി എവിഡൻസ്, അതിനുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കാണിച്ചിരിക്കണം. The prescribed evidence to establish that the refund claimed is in respect of tax.
അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ള എവിഡൻസ് കൊടുക്കണം. പ്രിസ്ക്രൈബ്ഡ് എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ റീഫണ്ട് ക്ലെയിംഡ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഹിം. അയാൾ തന്നെ അടച്ചിരിക്കുന്ന ടാക്സിൻ്റെ ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ആണ് നമ്മൾ റീഫണ്ട് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫ്. And the incidence of the same had not been passed on to any other person. അതേപോലെ തന്നെ അതിൻ്റെ റൈറ്റ് നമ്മൾ വേറെ ആയിരിക്കും പാസ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു ബിസിനസ് ഉണ്ട്, ബിസിനസ്സിൽ നമുക്ക് റീഫണ്ട് കിട്ടാണ്ട് ആ ബിസിനസ് നമ്മൾ സെയിൽ ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത ആൾക്കാർക്കും പിന്നെ റീഫണ്ടിനുള്ള റൈറ്റ് ചിലപ്പം വരുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ അതിൻ്റെ പ്രൂഫും കാണിക്കണം. Where the amount claimed as refund is less than 2 lakh rupees. 2 lakh rupees കുറവായ എമൗണ്ട് ആണ് നമ്മൾ റീഫണ്ട് കിട്ടാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ റീഫണ്ട് ഷാൽ ബി അലൗഡ് ഓൺ ദ സപ്പോർട്ട് ഓഫ് എ ഡിക്ലറേഷൻ ഫയൽഡ് ബൈ ദ പേഴ്സൺ സർട്ടിഫൈങ് ദാറ്റ് ദ ഇൻസിഡൻസ് ഓഫ് സച്ച് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഹാഡ് നോട്ട് ബീൻ പാസ്ഡ് ഓൺ. അപ്പം നമ്മൾ വേറൊരാൾക്ക് നമ്മളെ കിട്ടാനുള്ള റൈറ്റ് എന്ന് വെച്ചാൽ ആ GSTN നമ്പർ പ്രകാരം ഞാൻ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന രീതിയിൽ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് അയാൾ തന്നെ സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. The amount shall be refunded if it is satisfied that the claim is acceptable. ഇപ്പോൾ ക്ലെയിം ആക്സെപ്റ്റബിൾ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ റീഫണ്ട് ചെയ്യാൻ വേണ്ടി റീഫണ്ട് കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം. 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ആ ആപ്ലിക്കേഷന് കൂടെ നമ്മൾ എലിജിബിലിറ്റി ഓഫ് റീഫണ്ടിൻ്റെ എവിഡൻസും കൊടുക്കണം. അതേപോലെ തന്നെ ഇൻസിഡൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ എവിഡൻസും നമ്മൾ കാണിക്കണം. നെക്സ്റ്റ് വിത്ത്ഹോൾഡിംഗ് റീഫണ്ട്. റീഫണ്ട് വിത്ത്ഹോൾഡ് ചെയ്യുന്നതാണ്. The proper officer may withhold payment of refund if a registered person has defaulted in furnishing any return. റിട്ടേൺ ഫേർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റീഫണ്ടിന് വിത്ത്ഹോൾഡ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. Similarly, refund will be withheld if there is any dues payable by the person in the form of any tax, interest or penalty. പിന്നെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലും പേയ്മെന്റ് അടക്കം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇൻ സച്ച് കേസസ് റീഫണ്ട് വിൽ ബി ഗിവൺ ആഫ്റ്റർ ദ പേഴ്സൺ ഫേർണിഷസ് ദ റിട്ടേൺ. ഇപ്പോൾ റിട്ടേൺ അടക്കാത്തതുകൊണ്ടാണ് നമ്മൾ റീഫണ്ട് വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, റീഫണ്ട് എപ്പോഴാണ് റിട്ടേൺ അടക്കുന്നത് അതുവരെ നമുക്കത് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓർ പേസ് ഡ്യൂസ് ഔട്ട്സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഡ്യൂസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എപ്പോഴാണ് പേ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് റീഫണ്ട് കിട്ടും. The officer may deduct from the amount of refund payable any tax, interest, penalty, fee or any other amount which the taxable person is liable to pay but which remains unpaid. അതുപോലെ തന്നെ നമ്മൾ റീഫണ്ട് ക്ലെയിം ചെയ്തു, നമുക്ക് 1000 rupees റീഫണ്ട് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏതോ ഒരു ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ എന്തോ അടക്കാൻ ബാക്കിയുണ്ട് 200 എങ്കിൽ നമുക്കത് കഴിഞ്ഞ് 800 മാത്രമേ ചിലപ്പം കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെയും റീഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റും ആ ഓഫീസർക്ക് ഉണ്ട്. If the order resulting to refund is a subject matter of appeal before the court or authority, refund may be withheld until final decision comes. അതേപോലെ തന്നെ പിന്നെ ഒരു കേസിൽ റീഫണ്ട് വിത്ത്ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേസ് നടത്തിയിട്ടാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നതെങ്കിൽ ഇപ്പം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ റീഫണ്ട് കിട്ടില്ല. എപ്പോഴാണോ അതിൻ്റെ അപ്പീല് ഇതിൻ്റെ മേലെ ഒരു ഫൈനൽ ഡിസിഷൻ ആവുന്നത് അപ്പോൾ ആ സമയത്ത് വരെ ആ റീഫണ്ട് അവിടെ വിത്ത്ഹെൽഡ് ആയിട്ട് കിടക്കും. Similarly, refund will be withheld if it is likely to adversely affect the revenue of government. അതേപോലെ തന്നെ റീഫണ്ട് പ്രകാരം ഗവൺമെന്റിന്റെ റവന്യൂ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത്ഹെൽഡ് ചെയ്തു വെക്കാം. On final decision, if the person becomes entitled to refund, interest not exceeding 6% shall be allowed on the eligible amount. നമ്മൾ കേസ് കൊടുത്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് അയാൾ കേസ് ജയിച്ചു, അയാൾക്ക് റീഫണ്ട് കിട്ടുവാണെങ്കിൽ അതിന് മേലെ ഒരു ഇൻട്രസ്റ്റും കൂടി കിട്ടും, 6% ഇൻട്രസ്റ്റ്. നോ റീഫണ്ട് ഷാൽ ബി പെയ്ഡ് ടു ദ ആപ്ലിക്കൻറ്റ് ഇഫ് ദ എമൗണ്ട് ഇസ് ലെസ് ദാൻ 1000 rupees. 1000 rupees കുറവായ റീഫണ്ട് ആണെങ്കിൽ ആ റീഫണ്ട് ഒരു ആപ്ലിക്കൻറ്റിന് റിസീവ് ചെയ്യില്ല, അത് പേ ചെയ്യാറില്ല സാധാരണ. ഇനി ചില ഏജൻസീസിന് റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ദ ഗവൺമെന്റ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ or any multilateral financial institution and organization notified under the United Nations Privilege and Immunities Act 1947. ഒന്നിക്കൽ അതെന്തായിരിക്കണം, ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു എന്തെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സാധാരണ റീഫണ്ടിൻ്റെ എലിജിബിലിറ്റി ഉള്ള ഏജൻസി ആയിട്ട് പറയുന്നത്. Consulate or embassy of foreign countries and any other
person or class of person entitled to claim a refund of tax paid on the notified supplies of goods or services or both received by them. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കോൺസുലേറ്റ്, എംബസി ഓഫ് ഫോറിൻ കൺട്രി ആൻഡ് എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എ റീഫണ്ട് ഓഫ് ടാക്സസ്. അതുപോലെ തന്നെ ഇപ്പം GST കൗൺസിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പേഴ്സൺസ്, അപ്പോൾ അവർക്കെല്ലാം എന്ത് ചെയ്യും, അത്തരം ഏജൻസീസിന് നമുക്ക് റീഫണ്ടിന് എലിജിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ട്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ടഡ് എമൗണ്ട്. നമ്മളൊരു 6% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. If eligible refund is not paid in within 60 days from the date of receipt of application, interest at the rate not exceeding 6% shall be payable till the date of payment. അപ്പോൾ നമുക്കൊരു റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് 60 ഡേയ്സിനുള്ളിൽ പേ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു 6% ഇൻട്രസ്റ്റിന് കൂടി, നോട്ട് എക്സീഡിങ് 6%, വെച്ചാൽ മാക്സിമം 6% ഇൻട്രസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ റിസീവ് ചെയ്യാം. എപ്പോഴാണ് നമുക്ക് ആ റീഫണ്ട് കിട്ടുന്നത്, ആ ഡേറ്റ് വരെ. If it is not refunded within 60 days from the date of receipt of application filed after such order, അപ്പം നമുക്ക് ആ 60 ഡേയ്സ് കഴിഞ്ഞ് അതിനുശേഷം നമുക്കത് റിസീവ് ചെയ്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 9% ഷാൽ ബി പേയബിൾ ആൻഡ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കൗൺസിൽ ടിൽ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അപ്പോൾ 60 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാം, 60 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ 6% നമുക്ക് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടും. ആ 6% ഇൻട്രസ്റ്റ് കിട്ടുന്നതും 60 ഡേയ്സ് വരെയാണ്. 60 ഡേയ്സ് കഴിഞ്ഞാൽ അത് 9% ആയിട്ട് മാറും. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ടിന്റെ കാര്യം പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഐഡിയസ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. The GST Act does not define anything like inverted duty structure. The term inverted duty structure refers to a situation where the rate of tax or input purchased. അപ്പോൾ നമ്മൾ ഇൻപുട്ട് പർച്ചേസ് ചെയ്യണം, സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ്, ദാറ്റ് ഈസ് GST റേറ്റ് പെയ്ഡ് ഓൺ ഇൻപുട്ട് റിസീവ്ഡ്, അതിന് മേലെ അടച്ചിരിക്കുന്ന GST ഈസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് ടാക്സ്, ദാറ്റ് ഈസ് GST റേറ്റ് പേയബിൾ ഓൺ ഔട്ട്വേർഡ് സപ്ലൈസ്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈസിന് മേലെ നമ്മൾ പേ ചെയ്യേണ്ട റേറ്റിനെയും കാട്ടിയും കൂടുതലാണ് നമ്മൾ ഇൻവേർട്ട് സപ്ലൈസിന് മേലെ പേ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എ ലിമിറ്റഡ് ഈസ് എ കമ്പനി വിച്ച് ഇസ് മാനുഫാക്ചറിങ് ഇൻവെർട്ടർ for which the company buys input of raw materials at 18% GST paid is rupees 1 lakh. അപ്പോൾ 18% GST പേ ചെയ്തിട്ടാണ് നമ്മൾ ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഏകദേശം 1 lakh rupees നമ്മൾ പേ ചെയ്തു എന്ന് വിചാരിക്കാം. The final product is inverter on which say GST rate is 12%. അപ്പം നമ്മളത് വെച്ചിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഇൻവെർട്ടർ ആണെന്ന് വിചാരിച്ചോ, അതിന് മേലെ 12% ആണ് നമുക്ക് GST റേറ്റ്. അപ്പം നമ്മൾ ഇൻപുട്ടിൻ്റെ മേലെ ഔട്ട്പുട്ടിനെയും കാട്ടിയും GST നമ്മൾ പേ ചെയ്തു അല്ലേ. 65,000 ആണ് അതിൻ്റെ മേലെ നമുക്ക് GST റേറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, in this situation A Limited is paying more GST on input used than the manufactured product inverter. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് 1 lakh വന്നു, പക്ഷെ നമ്മൾ ടാക്സ് ലയബിലിറ്റി 65,000 ഉള്ളൂ. നോർമലി അങ്ങനെയല്ല വരാം അല്ലേ, നമുക്ക് തിരിച്ചിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ ഇൻപുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്തിരിക്കുവാണ്. ഔട്ട്പുട്ടിനെ കാട്ടി കൂടുതൽ ഇൻപുട്ടിന്റെ മേലെ നമ്മൾ ടാക്സ് പേ ചെയ്തിരിക്കുവാണ്. ദിസ് സിറ്റുവേഷൻ ഇസ് കോൾഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഓഫ് GST. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് മെയിൻലി പഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത് TDS ആണ്. ഇപ്പോൾ TDS എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. TDS സർട്ടിഫിക്കറ്റിന്റെ കാര്യം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച TCS ആണ്. ഇപ്പോൾ TCSന്റെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിന്റെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, അതേപോലെ അതിന്റെ ആനുവൽ റിട്ടേൺസ്, അതിന്റെ അതർ പ്രൊവിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് റീഫണ്ട് ഓഫ് ടാക്സ് ആണ്. റീഫണ്ട് ഓഫ് ടാക്സിൽ നമ്മൾ പഠിച്ച ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് റീഫണ്ട് അലൗഡ് ആണ്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ റീഫണ്ട് അലവബിൾ അല്ല, അതേപോലെ തന്നെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ റീഫണ്ട് കിട്ടുന്നത്, വിത്ത് ഹോൾഡിംഗ് റീഫണ്ട് എങ്ങനെയാണ് വരുന്നത്, പിന്നെ ചില ഏജൻസീസിന് നമുക്ക് റീഫണ്ടിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അത് ഏതൊക്കെയാണ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എമൗണ്ട്, അതിൻ്റെ മേലെ നമുക്ക് കിട്ടാവുന്ന ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ടേം കൂടി പഠിച്ചു, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.